ഹലോ, ഒരു ഡിസൈനർ, അദ്ദേഹം പിയറി കാർഡിൻ, ജോൺ പെറ്റാവോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫ്രഞ്ച് ഡിസൈനർ ബ്രാൻഡ്സിൻ്റെ കൂടെ ഫാഷൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം 1976 അദ്ദേഹം സ്വന്തമായൊരു ഡിസൈനർ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം 1993 അവരുടെ ആദ്യത്തെ പെർഫ്യൂം ലോഞ്ച് ചെയ്തു. ഒരുപക്ഷെ 2025 ഏറ്റവും കൂടുതൽ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഫാഷൻ ബ്രാൻഡിൽ നിന്നുള്ള ഒരു പ്രോഡക്റ്റിലായിരിക്കും. ഞാൻ ഡോക്ടർ അജിം ഷാ, നിങ്ങളുടെ സ്വന്തം ഫ്രാഗ്രൻസ് എക്സ്പേർട്ട്. പറഞ്ഞു വന്നത് ജീൻ പോൾ ഗോൾട്ടിയറിനെ പറ്റിയാണ്. ജീൻ പോൾ ഗോൾട്ടിയർ 2025 ഇറക്കിയ ഒരു പെർഫ്യൂം ലേ മാൽ എലിക്സർ. ലേ മാൽ എലിക്സർ ഒരുപാട് കമ്പനികൾ അവരുടേതായ രീതിയിൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഖദ്ലജ് പെർഫ്യൂം 2025 ബ്യൂട്ടി വേൾഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയാൻ ഗോൾഡിനെ പറ്റിയാണ്. സയാൻ ഗോൾഡ് കണ്ടില്ലേ, എന്തുമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രസൻറ്റേഷനാണ് ബോട്ടിൽ. ഭയങ്കര അടിപൊളി കേട്ടോ. ഈ ലേമൽ എലിക്സർ നമുക്കറിയാം എന്തുമാത്രം വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്മെല്ലാണെന്നുള്ളത്. ആറ്റോമൈസർ ചെക്ക് ചെയ്യാം. ഖദ്ലജിൻ്റെ ആറ്റോമൈസറിനെ പറ്റി ആരും എടുത്തു പറയേണ്ട കാര്യമില്ല. പ്ലം, സിനമൺ, കാഡമം, ബെർഗമുട്ടാണ് ടോപ്പ് നോട്ടിൽ കാണാൻ പറ്റുന്നത്. ഹാർട്ട് നോട്ടിൽ നമുക്ക് ലാബഡ്നവും ലാവൻഡറും ഒക്കെ അറിയാനുണ്ട്. പക്ഷേ ബേസിൽ ടോൺക, എന്താ പറയുക, ബെൻസോയിൻ, പച്ചോളി, നമുക്കറിയാമല്ലോ ലേമൽ എലിക്സർ അത്രമാത്രം ഫേമസ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. പക്ഷേ ലേമൽ എലിക്സറിനെ കുറച്ചുകൂടെ സ്വീറ്റാക്കി മാറ്റിയിട്ടുണ്ട് ഖദ്ലജ്. ഖദ്ലജിൻ്റെ സയാൻ എന്ന് പറയുന്നത് വണ്ടർഫുള്ളായിട്ടുള്ള പ്രസൻറ്റേഷനാണ്. കണ്ടില്ലേ, ഒരിക്കലും ലേമൽ എലിക്സർ ഇഷ്ടപ്പെടുന്നവർ, ഉറപ്പായിട്ടും അത്രത്തോളം അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർ വളരെ സിമ്പിളായിട്ട് സയാൻ ഗോൾഡ് വാങ്ങിക്കാൻ പറ്റും. സയാൻ ഗോൾഡ് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.